വൈകാരികമായി പ്രതികരിക്കുന്ന പി.ഡി. സതീശൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹത്തിന് അറിയാം ഈ തെരഞ്ഞെടുപ്പിന് വിജയത്തിന് വേണ്ടിയിട്ട് മറ്റാരേക്കാളും അധ്വാനിച്ചിട്ടുള്ള താനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകൾക്കും അതറിയാം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിൽ ഇപ്പം ജേക്കബ് ജോർജ് പറഞ്ഞ ശരിയാണ്. ഹൈക്കമാൻഡിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കെ.സി. വേണുഗോപാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനാണ് മിക്കവാറും സാധ്യത. കാരണം അല്ലെങ്കിൽ 11ാം മണിക്കൂറിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ കെ.സി. വേണുഗോപാൽ തന്നെ സ്വയം പിന്മാറേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ഘട്ടത്തിലും അദ്ദേഹം പിന്മാറിയിട്ടില്ല. അപ്പം അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. മുകുൾ വാസ്നിക്കിനാണെങ്കിലും അജിത് മാക്കനാണെങ്കിലും ഇവർക്കെല്ലാവർക്കും വളരെയധികം ബന്ധമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആവാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു മന്ത്രിപദം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു പക്ഷേ സതീശൻ തയ്യാറാവില്ല. കാരണം അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ വികാരപരമായിട്ട് പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞ് മാറിക്കുക, അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയൊന്നും ഉണ്ടാവില്ല. കാരണം സതീശൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം മാറി നിൽക്കും. ആ പ്രതിഷേധം ശക്തമാകും. അതേ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ തെരുവിൽ കാണുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അനുഭാവ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, സതീശന് അനുകൂലമായിട്ടുള്ള ഈ മുദ്രാവാക്യങ്ങളും ഈ പ്രകടനങ്ങളൊക്കെ അത് പ്രതിഷേധ പ്രകടനമായിട്ട് ശക്തമായിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് ഒരു കോൺഗ്രസിനകത്ത് ഒരു വലിയ ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴും അതിലൊരു മാറ്റം വരുത്താൻ മിക്കവാറും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് 3 പേരെയും വിളിച്ചു ചേർത്തിട്ടൊരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ്. ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷമല്ലേ അങ്ങനെ പറയുന്ന സാധ്യതകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ കെ.സിക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായ ഒരു പ്രഖ്യാപനം വന്നാൽ അത് പിന്നീട് ഈ പറയുന്ന ജനകീയ പ്രതിഷേധമോ അല്ലെങ്കിൽ വി.ഡി. സതീശൻ അനുകൂലികളുടെ പ്രതിഷേധങ്ങളോ കണ്ടു മാറുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാകില്ലല്ലോ. ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ആണ് എങ്കിൽ പോലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സതീശൻ മാറി നിൽക്കാനുള്ള സാധ്യത. അതല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യം 3 പേരെയും വിളിച്ചിട്ട് അവരെ ഒരു സമവായത്തിലേക്ക് എത്തിക്കുക. സതീശനെ ഒന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഇല്ല. സ്വാഭാവികമായിട്ട് സതീശൻ ആ മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ആളുകൾ അവർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.